കണ്ണൂർ വളക്കയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ കണ്ണൂർ വളക്കയിൽ ഈ അപകടത്തിൽ ഡ്രൈവറുടെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റിയാസ് പറഞ്ഞു. ബസ് അമിത വേഗതയിലായിരുന്നു. സ്കൂൾ ബസ്സിന് 14 വർഷത്തെ പഴക്കമുണ്ടെന്നും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു. പ്രത്യക്ഷത്തിൽ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലയെന്നാണ് മനസ്സിലായത്. ഡ്രൈവറുടെ ഓവർ സ്പീഡാണെന്ന് അതേപോലെ CCTV ദൃശ്യം കണ്ടു. അതിലും അത്യാവശ്യം മനസ്സിലാവുന്നത് ഡ്രൈവർ നല്ല സ്പീഡിലായിരുന്നു. വാഹനം ആ ഒരു ടേണിംഗ് അശാസ്ത്രീയമായ രീതിയിലുള്ള ടേണിംഗ് ആണ്. ആ രൂപത്തിലാണ് അവിടെ റോഡിൻ്റെ ഡിസൈൻ ഉള്ളത്. ഈ വാഹനം ഡിസംബർ 29-ന് ഇതിൻ്റെ ഫിറ്റ്നസ് ഡേറ്റ് കാലാവധി കഴിഞ്ഞതാണ്. അതിപ്പം പുതിയ നിർദ്ദേശപ്രകാരം ഫിറ്റ്നസിൻ്റെ ഡേറ്റ് ഏകീകരിച്ചു കൊടുത്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ദൃക്സാക്ഷി ഷെഫീഖിന്റെ പ്രതികരണം നമുക്ക് നോക്കാം. സ്കൂൾ ബസ് അമിത വേഗതയിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷിയായ ഷെഫീഖ് 24-നോട് പറഞ്ഞത്. ഞാനിവിടെ ശബ്ദം കിട്ടണ പുറത്ത് വന്ന് നോക്കിയത്. അപ്പോൾ അവിടെ വണ്ടി അടിമറിഞ്ഞ് കിടക്കുന്നുണ്ട്. അവിടെ എത്തിയപ്പോഴും സ്കൂൾ ബസ്സാണെന്ന് മനസ്സിലായി. തല മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പോയപ്പോൾ മുന്നിലത്തെ ഗ്ലാസ് പൊട്ടിയിട്ടാണ്. അതിനകത്തോട് വഴിയാണ് നമ്മൾ ഓരോ കുട്ടികളെയും പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ഈ കുട്ടിയെ നമ്മൾ കണ്ടിട്ട്, ഈ മരിച്ച കുട്ടി ആക്ച്വലി പുറത്താണ്, വണ്ടിയുടെ പുറത്ത് അടിയിലായിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ പറ്റുന്ന കുട്ടികളെല്ലാവരെയും പുറത്തിറക്കി ലാസ്റ്റ് ഏറ്റവും പിറകിലായിരുന്നു ഈ കുട്ടി, താഴെ ഉണ്ടായിരുന്നില്ല. അവസാനമാണ് നമ്മൾ കണ്ടത്. പെട്ടെന്ന് തന്നെ നമ്മൾ നാട്ടുകാരൊക്കെ കൂടിയിട്ട് വണ്ടി പൊക്കി കുട്ടിയും കൂടെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഏകദേശം അന്നേരം എടുക്കുമ്പോൾ തന്നെ ഏകദേശം കുട്ടി ബോധമൊന്നുമില്ലായിരുന്നു, മരിച്ച രീതിയിൽ തന്നെ ആയിരുന്നു. ഹോസ്പിറ്റലിൽ പോയി അവിടെ എത്തിയപ്പോഴേക്കും കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. ഓവർ സ്പീഡാണെന്ന് പറയുന്നുണ്ട് കുറച്ച് പേര്. പിന്നെ കറക്റ്റ് നമ്മൾ ശബ്ദം മാത്രമേ കേട്ടില്ല, എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപകടത്തിൽ കുറുമാത്തൂർ ചിന്മയ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നേദ്യ എസ് രാജേഷാണ് മരിച്ചത്. അപകടത്തിൽ 15 പേർക്ക് പരിക്കുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ പരിയാരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലുമാണ്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അരുൺ, ഇത് ദാരുണമായൊരു സംഭവമാണ്. ഈ ബസ് അമിത വേഗതയിലായിരുന്നില്ല എന്ന് ചിലർ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അമിത വേഗതയിലാകാനുള്ള സാധ്യതയും ചിലർ തള്ളിക്കളയുന്നില്ല. എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയായിട്ടുണ്ടോ? ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളിൽ ഒരാളുടെ നില ഗുരുതരമാണെന്ന് പറയുന്നു. ആ കുഞ്ഞിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച പുതിയ വിവരങ്ങൾ എന്താണ്? ഗോപികൃഷ്ണൻ, നേരത്തെ ഈ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രതികരണം പുറത്തു വന്നത്. അതിൽ ഈ സ്കൂൾ ബസ് അമിത വേഗതയിൽ തന്നെയാണ് വന്നത് എന്ന് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പ്രതികരണം, മോട്ടോർ വാഹന ഇൻസ്പെക്ടർ ഉൾപ്പെടെ അത്തരം പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഈ അപകടം നടന്ന സ്ഥലത്താണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ ആ സ്കൂൾ ബസ് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അവർ ഈ പോലീസ് സ്റ്റേഷനിലോട്ട് സ്കൂൾ ബസ് മാറ്റിയിട്ടുണ്ട്. ഈ കാണുന്ന ഇറക്കത്തിൽ നിന്നാണ്, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇറക്കത്തിൽ നിന്നാണ് ഈ ബസ് അമിത വേഗതയിൽ ഈ താഴോട്ട് വന്നത്. അതിനുശേഷം ഈ താഴെ എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ നിയന്ത്രണം വിട്ട് ഈ ബസ് താഴേക്ക് മറിയുകയായിരുന്നു. 2 തവണ മലക്കം മറിഞ്ഞതിന് ശേഷമാണ് ഈ കാണുന്ന പ്രധാനപ്പെട്ട പാതയിലേക്ക് ഈ ബസ് വന്ന് പതിക്കുന്നത്. ഇത് ഇരിട്ടി തളിപ്പറമ്പ് സംസ്ഥാന പാതയാണ്. ആ പാതയിലേക്കാണ് ഈ ബസ് പതിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഈ തകർന്നുപോയ അവശിഷ്ടങ്ങൾ, ബസ്സിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാം. ആ ഗ്ലാസും മറ്റ് അവശിഷ്ടങ്ങളൊക്കെ ഇവിടെയുണ്ട്. ബസ് ഇപ്പോൾ എന്തായാലും പോലീസ് സ്റ്റേഷനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതൊരു സ്ഥിരം അപകടം നടക്കുന്ന ഒരു സ്ഥലമല്ല, അല്ലെങ്കിൽ സ്ഥിരമായ അപകടം നടക്കാറില്ല. പക്ഷേ ഒരു അപകട സാധ്യത എപ്പോഴും ഈ റോഡിലുണ്ട്, ഈ പാതയിലുണ്ട് എന്നതാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെ ഈ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ പറഞ്ഞത് ബ്രേക്ക് പൊട്ടിയതിനെ തുടർന്നാണ് ഈ അപകടം ഉണ്ടായതെന്നാണ്. പക്ഷേ നാട്ടുകാരും അങ്ങനെയല്ല പറയുന്നത്. ഇവിടെ ഇത് കണ്ട ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് അതങ്ങനെയല്ല. ഇതിൽ അമിത വേഗത തന്നെയാണ് ഈ അപകടത്തിന് കാരണം എന്നതാണ്. പൊതുവെ ഈ റോഡിൽ ഈ ഇറക്കത്തിൽ നിന്ന് ഈ പ്രധാന പാതയിലേക്ക് പ്രവേശിക്കുമ്പോൾ വാഹനങ്ങൾ പതിയാണ് വരേണ്ടത്. പക്ഷേ ഇത്ര കുട്ടികളുമായി യാത്ര ചെയ്യുമ്പോൾ എന്താണ് ഇത്ര വേഗതയിൽ വരാനുണ്ടായ കാരണമെന്നതിനെ സംബന്ധിച്ചൊക്കെ ഈ മോട്ടോർ വാഹന വകുപ്പും പോലീസും അതിൻ്റെ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഡ്രൈവറുടെ ഭാഗത്ത് എന്തായാലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അതായത് അമിത വേഗതയിലായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ ഇപ്പോൾ പറയുന്നുണ്ടല്ലേ? മാത്രമല്ല, തുടക്കത്തിൽ പറഞ്ഞത് സാധാരണ നിലയിൽ അവിടെ വേഗതയിൽ വരേണ്ട ഒരു സാഹചര്യം ഇല്ല, സാധാരണ ഗതിയിൽ അങ്ങനെ ഒരു വേഗതയിൽ വരാറുമില്ല. പക്ഷെ ഇന്ന് അമിത വേഗതയിലായിരുന്നു ബസ് വന്നത്. അപ്പോൾ അത് ബ്രേക്ക് പൊട്ടിയതല്ല, ഒരു അശ്രദ്ധ മൂലം നിയന്ത്രണം വിട്ട് ബസ് മറിയുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളിലൊക്കെ ഇപ്പോൾ ഒരു കുട്ടിയുടെ നിലയാണ് അരുൺ ഗുരുതരമാണെന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എല്ലാവർക്കും മതിയായ ചികിത്സ കിട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അരുൺ, അവരുടെ ആരോഗ്യം സംബന്ധിച്ച പുതിയ അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ.
ഒരു കുട്ടിയുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത്. ആ കുട്ടിയെ നേരത്തെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. അവിടെ നിന്നും പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് ആ കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആ കുട്ടിയുടെ കാര്യത്തിലും ഈ ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത്. അപകടനില എന്തായാലും തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗുരുതരമായ പരുക്ക് ആ കുട്ടിക്കുണ്ട്. ഒരു കുഞ്ഞിന് ഗുരുതരമായ പരുക്കുണ്ട്, അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ആ കുഞ്ഞിന് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട്. ആശ്വാസമുള്ള ഒരു വിവരം, ആ കുട്ടി അപകടനില തരണം ചെയ്തു എന്നതാണ്. പക്ഷേ ഒരു ജീവൻ നമുക്ക് ഈ അപകടത്തിൽ നഷ്ടമായിട്ടുണ്ട് എന്നത് വേദനയോടുകൂടി അല്ലാതെ നമുക്ക് പറയാൻ കഴിയില്ല.